ഹലോ, ഇന്നൊരു വീക്കെൻഡ് വ്ളോഗാണ്. സൺഡേ ഈവനിങ് ആയപ്പോൾ കുട്ടികളെല്ലാം ഭയങ്കര ബോറടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പാർക്കിൽ കൊണ്ടുപോകാമെന്ന്. ഞങ്ങൾ ആലുവ മുനിസിപ്പൽ പാർക്കിലേക്കാണ് പോയത്. കുട്ടികളെല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം അവർ കുറച്ച് നാളായി പറയുന്നു പാർക്കിൽ പോകാമെന്ന്. അങ്ങനെ പാർക്കിലെത്തി അവരവരുടേതായിട്ടുള്ള കളികളെല്ലാം തുടങ്ങി. എല്ലാ റൈഡ്സിലും മാറി മാറി കയറി നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ പാർക്കിൽ കുളത്തിൽ ആമ്പൽപ്പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികളെല്ലാം ഓടിക്കളിച്ച് ആകെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പാർക്കിൽ. സൺഡേ ആയതുകൊണ്ടായിരിക്കാം. ഞങ്ങൾ വിചാരിച്ചു മഴയൊക്കെ ആയത് കാരണം തിരക്ക് കുറവായിരിക്കുമെന്ന്, പക്ഷേ തിരക്കുണ്ടായിരുന്നു. അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പോൾ വൈകുന്നേരം നല്ല മഴയുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ചൂടൊട്ടും ഉണ്ടായിരുന്നില്ല. നല്ല തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു. ഈ കാണുന്നത് പെരിയാർ പുഴയാണ്. ചെറുതായി ഇരുട്ടായി തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും പാർക്കിലെ ലൈറ്റ്സൊക്കെ ഓണായി. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാ ലൈറ്റ്സും ഒക്കെ ഓണായിട്ട്. എന്നിട്ടും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളെല്ലാവരും റൈഡ്സിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. എന്താ വേണ്ടേ വാനുവിന്? ഐസ്ക്രീം വേണോ? കുറച്ചു നേരം എല്ലായിടത്തും ഓടിക്കളിച്ച് ക്ഷീണിച്ച് വന്നിട്ട് പിന്നെയും റൈഡ്സിൽ കയറി. പിന്നെയും അവർ കളിക്കുന്നുണ്ട്. ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞ ഇവാനെ പോകുന്നതിന് മുമ്പ് മേടിച്ച് തരാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിരുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം ഷോപ്പിലെത്തി. അവിടെ തന്നെ ഉള്ളൊരു ഷോപ്പാണ്. അങ്ങനെ എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിനുള്ള ഐസ്ക്രീംസ് എല്ലാം മേടിച്ച് കുട്ടികളെല്ലാം ഐസ്ക്രീം കഴിക്കുകയാണ്. വാനില, ചോക്ലേറ്റ്, സ്ട്രോബെറി, അങ്ങനെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം എല്ലാം മേടിച്ചു. ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വീണ്ടും അവർ റൈഡിൽ കയറണം എന്ന് പറഞ്ഞു. എന്നാൽ ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ട് ഇറക്കി പോകാമല്ലോ എന്ന് വിചാരിച്ചു. വീണ്ടും ഒന്ന് രണ്ട് റൈഡ്സിലും കൂടി കയറി. അപ്പോഴും ഒത്തിരി തിരക്ക് കുറഞ്ഞിട്ടില്ല. അങ്ങനെ ഒത്തിരി ലേറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പാർക്കിൽ നിന്ന് ഇറങ്ങി. ഒത്തിരി സമയം കളിച്ചത് കൊണ്ട് തന്നെ അവർ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ നേരെ കയറിയത് ചിക്കിങ്ങിലേക്കാണ്. ഇവിടുന്ന് അവർക്ക് ഫുഡ് എന്തെങ്കിലും മേടിച്ച് കൊടുത്തിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചില്ല. ഞങ്ങൾ നേരെ പാഴ്സൽ എടുത്ത് നേരെ വീട്ടിലേക്ക് പോയി.